ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. 2008 ഒക്ടോബർ 22-നായിരുന്നു ആദ്യ ചന്ദ്രയാൻ ദൗത്യം വിക്ഷേപണം. പിന്നീട് 2019 രണ്ടാമത്തെ വിക്ഷേപണവും നടന്നു. പേര് സൂചിപ്പിക്കും പോലെ ചന്ദ്രനിലേക്കുള്ള യാത്ര തന്നെയാണ് ചന്ദ്രയാൻ ദൗത്യം. ഒരു നാൾ ഇന്ത്യൻ പൗരന്മാരിൽ ആരെങ്കിലും ISROയുടെ വാഹനത്തിൽ ചന്ദ്രനിൽ ഇറങ്ങുന്ന നാൾ വരും. അതിനായുള്ള തയ്യാറെടുപ്പുമായി ചന്ദ്രയാനെ കാണാം. യഥാർത്ഥത്തിൽ ചാന്ദ്ര പരിവേഷണങ്ങൾക്കുള്ള തങ്ങളുടെ സാങ്കേതിക വിദ്യകളുടെ ശേഷി പരിശോധിക്കുകയാണ് ISRO. പാളിച്ചകളില്ലാത്ത ഭാവി ദൗത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ്. പ്രധാനമായും 3 ദൗത്യങ്ങളാണ് ചന്ദ്രയാൻ 3-നുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, ചന്ദ്രോപതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക. രണ്ടാമത്, ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക. മൂന്നാമതായി, ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക. ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ആൾട്ടിമീറ്ററുകൾ, വെലോസിറ്റി മീറ്ററുകൾ, ഇനേഷ്യൽ മെഷർമെന്റ് സംവിധാനം, പ്രൊപ്പൽഷൻ സംവിധാനം, നാവിഗേഷൻ, ഗൈഡൻസ് കൺട്രോൾ സംവിധാനങ്ങൾ, അപകടം കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ, ലാൻഡിംഗ് ലെഗ് മെക്കാനിസം തുടങ്ങിയ 7ഓളം സാങ്കേതിക വിദ്യകളാണ് ലാൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.